മഹാഗുരുശരണം ഓം ഗം ഗണപതിയെ നമ. എടപ്പള്ളി മഹാഗണപതിയെ തൊഴുത് ഞങ്ങൾ വടക്കം പറവൂരിലേക്കുള്ള യാത്രയിലാണ്. അപ്പോൾ ഈ യാത്രയിലും ഓരോ ഫോണുകൾ വരും. ഫോണുകൾ വരുന്നതിൻ്റെ പല വിഷയങ്ങളായിരിക്കും. അപ്പോൾ അതിലെ ഒരു വിഷയമായ ബ്ലോക്കുകളെക്കുറിച്ച് സംസാരിക്കുക. ഇന്നിപ്പോൾ ഗണപതി ക്ഷേത്രത്തിൽ വെച്ചൊരു വ്യക്തിയെ കണ്ടിരുന്നു. അപ്പോൾ അദ്ദേഹം കുറേ ഗേറ്റുകൾ, ഞാൻ ബ്ലോക്കുകൾ എന്ന് പറയുന്നില്ല, വാതിലുകൾ തുറക്കാനുണ്ട്, മുട്ടുവിൻ തുറക്കപ്പെടും, അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. പക്ഷേ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു. അവിടെ അദ്ദേഹത്തിനോട് കൂടുതൽ സംസാരിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു ഫോൺ നമ്പറുണ്ടോ, ഇതുവരെ കോൺടാക്ട് ചെയ്യാത്ത വ്യക്തിയാണ്, ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് മെസ്സേജ് ഇടാൻ പറഞ്ഞു. അപ്പോൾ അതിനു മുമ്പ് തന്നെ ഞാൻ എൻ്റെ സാരഥി മിത്രവുമായ ശ്രീ രാജേഷിൻ്റെ അടുത്ത് തേങ്ങ വാങ്ങിക്കാൻ പറഞ്ഞിരുന്നു. അല്ലെങ്കിൽ ഒരു തേങ്ങ വാങ്ങിച്ച് അദ്ദേഹത്തിനെയും ഒഴിഞ്ഞ് അവിടെ വാതിൽ തുറക്കാനായിട്ട് അടിക്കാമായിരുന്നു. ഇന്നലെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായതാണ് എടപ്പള്ളിയിൽ. അപ്പോൾ ഇനി എടപ്പള്ളിയിൽ വെച്ച് ആരെങ്കിലും കാണുവാൻ സാഹചര്യം ഉണ്ടായ സമയ സൗകര്യം അനുസരിച്ച് തേങ്ങ വാങ്ങിച്ചു കഴിഞ്ഞാൽ, തേങ്ങ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഒഴിഞ്ഞടിക്കാം കേട്ടോ. അത് കൂടി ഞാൻ പറയുന്നത്, അതിൽ ചെറിയ എഫക്റ്റ് ഉണ്ട്. വേറൊരു തേർഡ് പാർട്ടിയാണ് ഒഴിഞ്ഞടിക്കുന്നതെങ്കിൽ അത് ഒഴിയേണ്ട രീതി ഒഴിഞ്ഞടിച്ചാൽ അതിൻ്റെതായ കാര്യങ്ങൾ നമ്മൾ മാറ്റങ്ങളുണ്ടാവും. അപ്പോൾ ഈ ബ്ലോക്കുകളെന്ന് പറഞ്ഞാൽ കുടുംബ ബന്ധങ്ങളിലുണ്ടാകാം. ഇപ്പോൾ ഭാര്യാഭർത്തൃ ബന്ധങ്ങളിൽ സ്നേഹിച്ചതിൻ്റെ ഒപ്പം തന്നെ അല്ലെങ്കിൽ അതിനേക്കാളും മേലെ അല്ലെങ്കിൽ അതിനേക്കാളും കുറവ് തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളായിരിക്കും. ചിലപ്പോൾ ഒരേ വീട്ടിൽ തന്നെ നിന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കുക. വീട്ടിലുണ്ടാക്കിയ ഭക്ഷണം വിളമ്പുമ്പോൾ ഭാര്യ ഉണ്ടാക്കിയാൽ അല്ലെങ്കിൽ ഭർത്താവ് എടുത്ത് കൊടുത്താൽ കഴിക്കാണ്ടിരിക്കുക, ഇതൊക്കെ വരും. അപ്പോൾ ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു? അപ്പോൾ ഇതിനെയും പോസിറ്റീവായിട്ട് കാണണം. ഞാനിത് പറയുമ്പോഴും ഇതിനെ എന്താണ് പോസിറ്റീവായിട്ട് കാണേണ്ടതെന്ന് പലരും വിചാരിക്കും. ഇതിലെ ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ഈശ്വരൻ എന്ന് പറയുന്ന ശക്തിയെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലത് മാത്രം, നിങ്ങൾക്കെന്ന് ഞാൻ പറയുന്നില്ല, നമുക്ക് നല്ലത് മാത്രം സംഭവിക്കും, നമ്മൾ ഈശ്വരൻ്റെ കൃപാകടാക്ഷം ഉണ്ടെന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനത്തെ ചെറിയ ചെറിയ സൗന്ദര്യ പിണക്കങ്ങൾ ഒക്കെ ഇവർ വേർപിരിയേണ്ടത്, അത് കാലദേശത്തിന് അതീതമായ വേർപിരിയലിന് പോലും കാരണമായേക്കാവുന്ന ചില ദശാസന്ധികൾക്ക് പരിഹാരമായിട്ട് ഈശ്വരൻ തന്നെ ചെയ്യുന്ന കാര്യങ്ങളാകാം. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായി എന്ന് തോന്നുന്നു. അപ്പോൾ ദയവ് ചെയ്ത് പോസിറ്റീവായിട്ട് കാണുക. അതോടൊപ്പം തന്നെ സൗന്ദര്യപ്പണക്കങ്ങൾ പറഞ്ഞു തീർക്കുക. ഇല്ലെങ്കിൽ ഒരുമിച്ചൊരു അമ്പലത്തിലെങ്കിലും പോവുക, അല്ലെങ്കിൽ ഒരു മാളിൽ പോവുക, അല്ലെങ്കിൽ സിനിമയ്ക്ക് പോവുക, ഇല്ലെങ്കിൽ കപ്പലണ്ടി കുറിക്കാനെങ്കിലും പോവുക. ഒറ്റ കാര്യം മാത്രം, ഒരൊറ്റ പൊതി കപ്പലണ്ടിയെ വാങ്ങിക്കാനുള്ളൂ. 2 പൊതി വാങ്ങിച്ചിട്ട് ഒരാൾ അങ്ങോട്ടും നോക്കി, ഒരാൾ വടക്കോട്ടും, ഒരാൾ തെക്കോട്ടും, അല്ലെങ്കിൽ ഒരാൾ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കിയിരുന്ന് കുറിക്കരുത്. ഒരേ കപ്പലണ്ടി പൊതിയിൽ നിന്ന് കുറിക്കുക. അല്ലെങ്കിൽ ഒരു കരിക്ക് വാങ്ങിച്ചിട്ട് 2 സ്ട്രോയും വാങ്ങിച്ച്, ചിലപ്പോൾ കരിക്ക് വിൽക്കുന്ന ചേട്ടൻ 1 രൂപ കൂടുതൽ ചോദിക്കും, എന്നാലും കൊടുത്തോളണം 2 സ്ട്രോ ചോദിക്കുമ്പോൾ. എന്നിട്ട് ഒരേ സമയം രണ്ടുപേരും ആ ഒരു കരിക്കിൽ നിന്ന് 2 സ്ട്രോയും ഇട്ട് കുടിക്കുക, ഒരേ സമയത്ത് കുടിക്കുക. ജീവിതത്തിൽ മാറ്റങ്ങൾ വരും, പരീക്ഷിച്ച് നോക്കും. ഓക്കെ, താങ്ക് യു ആൾ ദി ബെസ്റ്റ് ആൾ. എന്നെ കേൾക്കുന്ന കാണുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ശ്രീനിവാസപ്പൈ.